പ്രകാശേട്ടൻ എന്താ ഒരു പരിങ്ങല്? ഞാനെന്തിനാ പരുങ്ങുന്നേ? അതെ, നീ പോലീസുകാരെ പോലെ ചോദ്യം ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എവിടെ പോയാലും എന്റെ പുറകെ ആളെ വിട്ട് ഈ സിഐഡി പണിയാ നിനക്കല്ലേ? ഓരോരുത്തർ പറഞ്ഞു ചെറുതൊക്കെ അറിയുന്നു, അത്രേ ഉള്ളൂ. ഓഹ്, നാശം. സ്വൈര്യം തരില്ല. ഒന്ന് ഒഴിവായി തരാമോ എന്റെ ജീവിതത്തിൽ നിന്ന്? സ്വസ്ഥമായിട്ട് രാത്രി ഒന്ന് ഉറങ്ങാനാ. വക്കീലെത്തി, ഞാനിപ്പോ എത്തിയുള്ളൂ. ദിവസവും കുറച്ച് നടക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളൂ. നടന്നില്ലെങ്കിൽ ഇരിപ്പായി പോവും. നമുക്ക് അങ്ങോട്ടിരിക്കാം. ഈ ഡോക്ടറെ വിശ്വസിക്കാമോ വക്കീലെ? എന്നെ ഒറ്റുകൊടുക്കൂ? ഏയ്, അയാൾ നിന്നെക്കാളും തരികടയാ. കള്ളും കാശും അയാൾക്കൊരു വീക്ക്നെസ്സാ. കൊടുത്ത എന്തും ചെയ്യും. ഒരു മനുഷ്യനോടും പറയില്ല, വിശ്വസിക്കാം. പക്ഷേ ചികിത്സ കഴിയുമ്പോഴേക്കും നമ്മുടെ പോക്കറ്റ് കാലിയാവും. പോക്കറ്റ് കാലിയായ 6 ഏക്കർ പറമ്പ് കിടക്കുന്നതും വിൽക്കും. ഇനി അത്രേ ഉള്ളൂ സമ്പാദ്യമായിട്ട്. ബാക്കിയെല്ലാം കൊണ്ടുപോയില്ലേ ആ ഊരുംപെട്ടുള്ളത്? അത് നിന്റെ പിടിപ്പുകേട്. സൂക്ഷിക്കണമായിരുന്നു. സൂക്ഷിക്കാൻ തോന്നണ്ടേ വക്കീലേ? അത്രയ്ക്ക് സ്നേഹമല്ലേ അവൾ എൻ്റെ അടുത്ത് അഭിനയിച്ചുകൊണ്ടിരുന്നത്? എന്റെ മനസ്സിൽ കയറി മേഞ്ഞില്ലേ അവള്? അവസാനം എന്നെ തേച്ചിട്ട് അവള് കാശ് അടിച്ചോണ്ട് പോയി. സത്യത്തില് റൂബിന്നൊന്നല്ല അവളെ വിളിക്കേണ്ടത്. വലിച്ചു കീറി ചുമരയിൽ ഒട്ടിക്കും ഞാൻ അവളെ. അപ്പു, അപ്പു, ഇവളിതെവിടെ പോയി കിടക്കുവാ? അപ്പു, അപ്പു. എന്താ മോനെ? അമ്മേ, അപ്പുവിനോട് എവിടെയും കാണുന്നില്ലല്ലോ. ഓ, അവൾ എവിടെ പോവാനാ? ചില നേരത്തെ രാവിലെ ബാറ്റും എടുത്തോണ്ടൊരു പോക്കുണ്ടല്ലോ. കൂട്ടുകാരെങ്കിലും വിളിച്ചിട്ടുണ്ടാവും. അമ്മേ, ഷട്ടിലും കൊണ്ട് പോയൊന്നുമല്ല. അവളുടെ ബാഗും ഇവിടെ കാണുന്നില്ല. ബാഗ് ഇല്ലേ? ബാഗും എടുത്തോണ്ട് എവിടെ പോയി? അമ്മേ, അമ്മ ഇത് അവളെ എഴുതിയതാ. ഞാൻ ഇവിടുന്ന് പോവാ. അമ്മയുടെ കൂടെ താമസിച്ച് എനിക്ക് പ്രാന്ത് പിടിക്കും. വഴക്ക് കേട്ട് കേട്ട് മടുത്ത് എനിക്ക്. ദയവ് ചെയ്ത് അമ്മ എന്നെ അന്വേഷിക്കരുത്. ഫോണിലും വിളിക്കരുത്. അഭിയേട്ടനും വിളിക്കണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അച്ഛനെ വിളിച്ചോളാം. അല്ലെങ്കിൽ അച്ഛനെ എന്നെ വിളിച്ചോളൂ. വേറെ ആരും എന്നെ ശല്യം ചെയ്യരുത്. അമ്മ അവള് റൂബിയാനയുടെ വീട്ടിൽ പോയതായിരിക്കും. അതെനിക്ക് ഉറപ്പാ. അച്ഛമ്മേ, അപ്പ എങ്ങോട്ടെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞായിരുന്നോ? എങ്ങോട്ട് പോകുന്ന കാര്യം? അവൾ എവിടെ പോയി? ഇവിടെ ഇല്ല. ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്, അവൾ അന്വേഷിക്കേണ്ടാന്ന്. എന്താ സുജാത പറയുന്നേ? മോളെവിടെ പോയി? എന്റെ ശല്യം സഹിക്കാതെ ഇറങ്ങിപ്പോയി. അത്രയ്ക്ക് വലിയ ആളായില്ലേ അവള്? പിള്ളേർക്ക് അങ്ങനെ പല കുരുത്തക്കേടുകളും തോന്നും. അതിനൊന്നും നമ്മൾ തുള്ളിയാ ശരിയാവില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ? എവിടെ പോയി അന്വേഷിക്കും? അവൾ റൂബിയയുടെ വീട്ടിൽ കാണും. അമ്മ ഒന്ന് വിളിച്ചു നോക്കിയേ. എന്നോട് വിളിക്കരുതെന്നല്ലേ അവൾ എഴുതി വെച്ചിരിക്കുന്നേ? അങ്ങനെ എഴുതി വെച്ചിട്ടല്ലേ ഉള്ളൂ. അമ്മ ഒന്ന് വിളിച്ചു നോക്ക്. നീ വിളിക്ക് സുജാതെ. അവളോട് വീട്ടിലേക്ക് വരാൻ പറ. സുജിയാണല്ലോ. എന്നെ വിളിക്കണ്ടെന്ന് എഴുതി വെച്ചിട്ട് പോന്നതാ. എന്നിട്ടും വിളിക്കുന്നതാ. ഈ അമ്മയുടെ ഒരു കാര്യം. എടുക്കണ്ട. അങ്ങനെ നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ. എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ എന്റെ കോൾ അവളെ എടുക്കില്ലാന്ന്. എങ്ങനെ എടുക്കും? മക്കളോട് കുറച്ച് മയത്തിലൊക്കെ പെരുമാറണം. എവിടെ പോയതാണെന്ന് അറിയില്ലേ? ഇല്ല. അച്ഛൻ വിളിച്ചാ ഫോൺ എടുക്കും. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അച്ഛനാ? അച്ഛനല്ലേ? എടുക്ക. അച്ഛാ, മോൾ എവിടെയാ? എനിക്ക് അമ്മേനെ കൊണ്ട് മടുപ്പായ അച്ഛാ. ഞാനിങ്ങ് പോന്നു. മോൾ എവിടെയുണ്ട്? ഞാൻ റൂബിയാൻ്റെ അടുത്തുണ്ട്. പറയാതെ ഇറങ്ങി പോവാ മോളെ. പറഞ്ഞാ വീണ്ടും തല്ലില്ലേ? എനിക്ക് തല്ലുകൊണ്ട് മടുത്തു. ഇങ്ങിതാ. ആ പ്രകാശേട്ടാ, റുബി, മോള് സേഫ് ആയിട്ട് എന്റെ വീട്ടിലുണ്ട്. എന്നാലും അവള് വല്ല വിഷമത്തിലാ. മക്കൾ ഇങ്ങനെ ദ്രോഹിക്കരുതെന്ന് പറയണു സുജിയോട്.
പറഞ്ഞിട്ടെന്താ കാര്യം, അനുസരിക്കില്ലല്ലോ. തല്ലും വഴക്കൊക്കെ ശീലമായി പോയില്ലേ. മോളൊന്നല്ല, ആരായാലും എടുക്കും. ഞാൻ മോളെയും കൊണ്ടൊന്ന് പുറത്തു പോവാ പ്രകാശേട്ടാ. അവളുടെ സങ്കടമൊക്കെ ഒന്ന് മാറട്ടെ. ആ ഞാൻ വിളിക്കാം. ആ പറ്റെങ്കിൽ നമ്മുടെ സ്ഥിരം കോഫി ഹൗസിലേക്ക് വരൂ. അതെ, ഞാനില്ല, നിങ്ങൾ പോയിട്ട് വാ. ശരി. അപ്പൊ റൂബയുടെ വീട്ടിലുണ്ട്. മോളെ കോഫി ഷോപ്പിൽ കൊണ്ടുപോയി സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക റൂബി. കണ്ടു പഠിക്കട്ടെ മക്കളെ വളർത്തുന്നത് എങ്ങനെയാണെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും അച്ഛമ്മേ? ചെന്ന് വിളിച്ചോണ്ട് വരണം, അല്ലാതെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. എന്തു തീരുമാനിച്ചു? മോളെ തിരിച്ചു വിളിക്കണമെന്നാണോ? എവിടെയാണെങ്കിലും ഞാൻ ചെന്ന് വിളിക്കാം. എന്നെ തോൽപ്പിക്കാൻ പോയതല്ലേ, ഞാൻ തോറ്റു കൊടുക്കാം. അവള് ജയിക്കട്ടെ. ഇവിടെ ജയത്തന്നെയും തോൽവിടും കാര്യമൊന്നുമില്ല. സ്നേഹം പ്രകടിപ്പിക്കുന്നതിലാണ് കാര്യം. നിനക്കേ അതറിയില്ല. എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രകാശേട്ടാ. കുട്ടികൾ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെന്റെ ഇല്ലായ്മ കൊണ്ടാണ്. ടാബും ലാപ്ടോപ്പും ഒക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. കടം വീട്ടി കുടുംബം കരകയറ്റാൻ നോക്കിയ കാലത്ത് ഇതൊക്കെ വാങ്ങിക്കാൻ എന്റെ കയ്യിൽ എവിടുന്നാ കാശ്? പിന്നെ ഒരുപാട് ഫാഷനൊന്നും കാണിക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. അതെന്റെ പേടികൊണ്ടാ. പ്രായം തികഞ്ഞു വരുന്ന ഒരു പെങ്കൊച്ചല്ലേ, എന്തെങ്കിലും ഒരു പേരുദോഷം വന്നാ അവളുടെ ഭാവി അത് ബാധിക്കില്ലേ? നല്ലൊരു ബന്ധം ആലോചിച്ച് കെട്ടിച്ചു വിടാനുള്ളതല്ലേ. നീ ഇത്രയൊക്കെ ആലോചിച്ച് കൂട്ടിയിട്ട് എന്ത് പ്രയോജനമുണ്ടായി? അമിതമായി ആരെയും കടിഞ്ഞാണിട്ട് പിടിക്കാൻ ശ്രമിക്കരുത് സുജയ്. അത് മക്കളെ ആയാലും ഭർത്താവിനെ ആയാലും. എനിക്കറിയാം, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു പോവും. സ്നേഹം കിട്ടിയില്ലെങ്കിൽ അത് തേടിപ്പോന്ന തെറ്റല്ല സുജയ്. അപ്പു ചെയ്തതും അത് തന്നെയാ. ഞാൻ അവളെ കുറ്റം പറയില്ല. വെറും കടമകൾ തീർക്കലല്ല ജീവിതം. കടമകളൊന്നും അല്ല പ്രകാശേട്ടാ. എന്റെ കണ്ണിലെ കൃഷ്ണമണികളെ എന്റെ 2 മക്കളും. പ്രകാശേട്ടൻ എന്നെ വേണ്ടെന്ന് വെച്ചാലും മക്കളെ ഞാൻ വേണ്ടെന്ന് വെക്കില്ല. ഒരുത്തിക്കും വിട്ടുകൊടുക്കില്ല ഞാൻ. എന്റെ ഇടത്താവളമാണിത്. മനസ്സ് മടുക്കുന്ന പല സമയത്തും ഞാനിവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കാറുണ്ട്. ഓഫീസിന്റെ തിരക്കിന്ന് മാറി ചിലപ്പോ പ്രകാശേട്ടനും പലപ്പോഴും ഇവിടെ വരാറുണ്ട്. മടുക്കുന്ന മനസ്സിനെ മറക്കുന്നത് പലപ്പോഴും ഇവിടുത്തെ ഒരു ഫ്രഷ് ജ്യൂസില, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് ഷേക്കില്. നമുക്ക് എവിടുന്ന് തുടങ്ങാം? മനസ്സമാധാനം ഇല്ല ആന്റി, ഒന്നും കഴിക്കാനും തോന്നുന്നില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ആഹാരത്തിലൂടെ സ്നേഹം വിളമ്പാനാ ആന്റി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഒരു കാര്യം ചെയ്യാം, ഇന്ന് ആന്റിയുടെ ഇഷ്ടങ്ങൾ നോക്കാം. എക്സ്ക്യൂസ് മീ, 2 cup of ബദാം ഷേക്ക് വിത്ത് കട്ട് ഫ്രൂട്ട്സ്. അത് കൊണ്ടുവരൂ, ബാക്കി പിന്നെ ഓർഡർ ചെയ്യാം. ഓക്കെ മാഡം. ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. നമുക്കൊരു ഡ്രാഗൺ ചിക്കൻ കൂടെ കഴിച്ചിട്ട് പോയാലോ? ഇങ്ങനെ നോക്കി പേടിപ്പിക്കാതെ ഒന്ന് ചിരിക്കടോ. നമ്മൾ ഇവിടെ വന്നത് വഴക്കുകളെ മറക്കാനാ. നാവിൽ നിന്നും വീഴുന്ന ദുഷിച്ച വാക്കുകളെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയാ. തല്ലുന്ന അമ്മയെ വേണ്ടാന്ന് വെച്ചിട്ട് തലോടുന്ന ആന്റിയെ വേണമെന്ന് വെക്കാനാ. ഞാൻ നിനക്ക് ആന്റി മാത്രമല്ല, ആന്റി അമ്മ കൂടിയാ. ആന്റി എന്തിനാ എന്നെ ഇത്രയും സ്നേഹിക്കുന്നേ? വീട്ടിൽ കിട്ടാത്ത സ്നേഹം മുഴുവൻ ആന്റി തരുന്നുണ്ട്. അമ്പിളി മാമന് വേണോ എന്റെ കുട്ടിക്ക്? വേണമെങ്കിൽ ആന്റി ഒന്ന് ആകാശത്തേക്ക് ചാടി നോക്കട്ടെ. അതൊന്നും വേണ്ട, എന്നെ സ്നേഹിച്ചാ മതി. വഴക്കേട്ട് മടുത്ത് ഞാൻ. അമ്മയുടെ വഴക്കിന് മോള് വഴങ്ങണ്ട. ആന്റിയുടെ സ്നേഹം മോള് മനസ്സിലാക്കണം. നിന്നെ ഞാൻ സുജാതയ്ക്ക് വിട്ടുകൊടുക്കില്ല. നീ എന്റെ മോളാ. കഴിക്കും. മതി തീറ്റയും കുടിയും. എന്റെ മോൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ അതിന് ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. വാടി ഇവിടെ. സുജേടമ്മ, ഞാൻ വരുന്നില്ല. കൊണ്ടുപോകുന്ന ഞാനൊന്ന് നോക്കട്ടെ. വാടി. നടക്കടി ഇങ്ങോട്ട്. നിക്കവിടെ. നിനക്ക് എന്താ ഇത്രയ്ക്ക് മാനേഴ്സ് ഇല്ലാത്തെ? ഇതൊരു പബ്ലിക് പ്ലേസ് അല്ലേ? ഏത് പ്ലേസ് ആണെങ്കിലും മക്കള് വഴിതെറ്റിയാ കണ്ടു നിൽക്കാൻ പറ്റില്ല ഒരു അമ്മയ്ക്ക്. എന്ത് വഴി തെറ്റിയെന്നാ? ഒരു കോഫി ഹൗസിൽ കയറിയാലാണോ വഴി തെറ്റുന്നത്? ബാറിലും പബ്ബിലൊന്നും അല്ലല്ലോ പോയത്. നാളെ ഞാൻ അതും കാണേണ്ടി വരും. അങ്ങനെ വന്നാ നിന്റെ പട്ടട കണ്ടിട്ടേ ഞാൻ അടങ്ങും. മോളെ, നെല്ലേതാ പതിരേതാന്ന് അറിയാത്ത പ്രായം നിന്റെ. വീട്ടിൽ നിന്ന് പിണങ്ങി പോരാനൊക്കെ തോന്നും. അതിന് ചൂട്ടുപിടിക്കാനും ഇതുപോലെ കാണും സാമദ്രോഹികള്. അബദ്ധമാണ്. തെറ്റിലേക്കാ നീ നടന്നു പോകുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അച്ഛനോടല്ല ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. അമ്മ എന്തിനാ വന്നേ? അമ്മയുടെ മനസ്സിന്റെ തേങ്ങലൊന്നും നിനക്ക് മനസ്സിലാവില്ല. വഴക്ക് പറയും, ചിലപ്പോ തല്ലും. അതൊക്കെ വെറും ഇഷ്ടം കൊണ്ടല്ല, ഇഷ്ടം കൂടുതലും കൊണ്ടാ. എന്റെ പ്രാണനല്ലേ മോളെ നീ. എന്നിട്ട് അമ്മയെ ഉപേക്ഷിച്ച് പോരാൻ തോന്നിയല്ലോ നിനക്ക്.
പറഞ്ഞാലൊന്നും പോരെ സുജയ്. മക്കളോട് സ്നേഹമായിട്ട് പെരുമാറാൻ പഠിക്കണം. മിണ്ടരുത് നീ. മക്കളോടുള്ള വാത്സല്യം പഠിപ്പിക്കാൻ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പിറന്നില്ല, നല്ല കുടുംബം ഉണ്ടായില്ല, ഒരു ഭർത്താവില്ല, ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യവും ഉണ്ടായില്ല. പറ, പിന്നെ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? ഭർത്താവും കുടുംബവും കുട്ടിയൊക്കെ താമസിയാതെ എനിക്കുണ്ടാവും. അപ്പൊ നീ എന്റെ യോഗ്യത തിരിച്ചറിഞ്ഞോളൂ.